ഹാപ്പി ന്യൂ ഇയർ 2025. എത്ര അതിശയകരമാണ്! ജനുവരി മാസം 1-ാം തീയതി രാവിലെ 2025 കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 2024 നമ്മെ സംബന്ധിച്ചിടത്തോളം മഹത്വപൂർണമായ വർഷമായിരുന്നു. അപ്പോൾ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം 2025 ദൈവത്തിന്റെ പദ്ധതികൾ നമ്മളെക്കുറിച്ച് എന്താണ്? റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ സൃഷ്ടി, ദൈവം സൃഷ്ടിച്ച ഈ മനോഹരമായ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി കാത്തിരിക്കുന്നു. അതേ പ്രിയരെ, 2025 24 മഹത്വം അനുഭവിച്ച എല്ലാവരും തന്നെ മഹത്വത്തിന്റെ അതിമഹത്തായ ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങളെയും എന്നെയും ദൈവപുത്രന്മാരായിട്ട് ഈ ഭൂമിക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒത്തിരി വലിയ സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി വലിയ പദ്ധതികളുണ്ട്, ഒത്തിരി ദൈവത്തിന്റെ സിസ്റ്റംസ് ഓപ്പൺ ആയിരിക്കുകയാണ്. അതെ, ദൈവമഹത്വം വഹിക്കുന്ന ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണക്കാരല്ല, അവർ ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി എന്ന് മനുഷ്യപുത്രന്റെ കൂടെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ദൈവപുത്രന്മാർ അതിനേക്കാൾ മുകളിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൂതന്മാർക്ക് അറിയാത്തതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാലഘട്ടം ബൈബിളിൽ രേഖപ്പെടുത്തിയത് നമ്മൾ കാണുന്നു. അത് ഈ സീസണിൽ പരിശുദ്ധാത്മാവാം ദൈവം മഹത്വത്തെ വഹിച്ചുകൊണ്ട് ദൈവപുത്രന്മാരായി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുവാനായിട്ട് പോകുന്നു. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവപുത്രനായിട്ട് വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായിട്ടാണ് ജനിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്റെ മേൽ വന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ തന്നെത്താൻ വെളിപ്പെടുത്തിയത് ദൈവപുത്രനായതുപോലെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവം എന്നെയും നിങ്ങളെയും ദൈവസഭയെ ദൈവപുത്രന്മാരായിട്ട് വെളിപ്പെടുത്തുവാൻ തന്നെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം, അതിനുവേണ്ടിയിട്ട് വിശ്വസിക്കാം. 2025 ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്റെ കാലഘട്ടമായിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വെളിപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യപുത്രനെ പോലെ ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ തന്നെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വലുത് വിശ്വസിക്കുക, വലുത് ചിന്തിക്കുക, വലുതിനായിട്ട് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. 2025 നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചതിൽ ഏറ്റവും മഹത്വത്തിന്റെ പൂർണ്ണതയെ അനുഭവിക്കുന്ന വർഷമായി മാറ്റി നമ്മെ ഓരോരുത്തരെയും ദൈവപുത്രന്മാരായി വെളിപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹോപ്പ് ഇൻ ജീസസിന്റെ എല്ലാ പ്രേക്ഷകരെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എല്ലാ കുടുംബാംഗങ്ങളെയും ഓർത്തും എല്ലാ സഭാംഗങ്ങളെ ഓർത്തും പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം ഹോളി സ്പിരിറ്റ് റിവൈവൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ അയച്ചപ്പോൾ കൂടെ നിന്ന് എല്ലാവരെയും ഓർക്കുന്നു. നമുക്ക് ഇനിയും വലുത് പ്രതീക്ഷിക്കാം, വലുത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ നമ്മുടെ തലമുറയിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയുന്നത് കാണുവാൻ ആഗ്രഹിക്കാം. അതിനുള്ളൊരു വലിയ സ്റ്റെപ്പായിട്ട് ഈ വർഷം ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ലവ് യു ഓൾ. God bless you. Happy New Year once again. Amen and amen.